ഏവർക്കും സ്നേഹവന്ദനം. ഇന്ത്യയിലെ LPG ക്ഷാമം യൂണിയൻ സർക്കാരിന്റെ നയപരമായ പിഴവുകൾ ഉണ്ടായോ എന്ന് ആളുകളെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അഥവാ LPG ക്ഷാമം വലിയ പൊതു ചർച്ചകൾക്ക് വഴിവെച്ചുകൊണ്ടിരിക്കുന്നു. ഹോട്ടലുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സിലിണ്ടർ ലഭ്യതയിലെ വൈകിപ്പ്, ഉപഭോക്താക്കളിൽ ഉണ്ടായ ആശങ്ക എന്നിവ കാരണം ഈ പ്രശ്നം യൂണിയൻ സർക്കാർ മുൻകൂട്ടി തടയാമായിരുന്നില്ലേ എന്ന ചോദ്യവും ഉയർന്നു വരുന്നു. ഈ പ്രശ്നത്തിന് ആഗോള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ പ്രധാന കാരണമാണെങ്കിലും ഇന്ത്യയുടെ ഊർജ നയത്തിലെ ചില ഘടനാപരമായ ദൗർബല്യങ്ങൾ ഈ പ്രതിസന്ധി കൂടുതൽ ശക്തമാക്കിയതായിട്ടാണ് ചില വിശകലനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. LPG ക്ഷാമത്തിൽ യൂണിയൻ സർക്കാരിന്റെ നയപരമായ പിഴവുകൾ എത്രത്തോളം പങ്കുവഹിച്ചു എന്നത് ഒരു രാഷ്ട്രീയ നയപരമായ ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് ഇറക്കുമതിയിലുള്ള അതിയായ ആശ്രയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഘടനാപരമായ ദൗർബല്യം ഇന്ത്യയുടെ LPG മേഖലയുടെ പ്രധാന പ്രശ്നം ഇറക്കുമതിയിലുള്ള വലിയ ആശ്രയമാണ്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന LPGയുടെ വലിയൊരു വിഹിതം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടതാണ്. അതിൽ വലിയ പങ്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് നമുക്കറിയാം. ഇതൊരു വലിയ ഊർജ സുരക്ഷ അപകട സാധ്യത സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം മിഡിൽ ഈസ്റ്റിൽ യുദ്ധം അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുമ്പോൾ എണ്ണയും ഗ്യാസും കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്തുകയും ഇൻഷുറൻസ് ചെലവ് ഉയരുമ്പോൾ ഇന്ത്യയുടെ LPG വിതരണം ഉടനെ തന്നെ അത് ബാധിക്കപ്പെടുകയും ചെയ്യുന്നു. ഊർജ വിദഗ്ധർ വർഷങ്ങളായി വിതരണ ഉറവിടങ്ങൾ വൈവിധ്യമാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അതിനുള്ള വലിയ മാറ്റങ്ങൾ സർക്കാർ തലത്തിൽ വേണ്ടുന്ന രീതിയിൽ നടപ്പാക്കിയില്ല എന്നുള്ളതാണ് ഇതിനെതിരെയുള്ള ഒരു വലിയ വിമർശനം. രണ്ടാമതായിട്ട് LPG ഉപയോഗം വേഗത്തിൽ വർദ്ധിപ്പിച്ചു, പക്ഷേ വിതരണ പദ്ധതി അതിനനുസരിച്ചുണ്ടായില്ല. ഇന്ത്യയിൽ LPG ഉപയോഗം കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ വേഗത്തിൽ വർദ്ധിക്കുവാനിടയായി തീർന്നു. സർക്കാർ ശുദ്ധമായ പാചക ഇന്ധനം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ വഴി കോടിക്കണക്കിന് പുതിയ കുടുംബങ്ങൾക്ക് LPG കണക്ഷൻ നൽകി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പദ്ധതികൾ ആരോഗ്യപരമായ, പരിസ്ഥിതി സംരക്ഷണപരമായും വലിയ നേട്ടമായിരുന്നു എന്നൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്. എന്നാൽ വിമർശകർ പറയുന്നത് LPG ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചെങ്കിലും ദീർഘകാല വിതരണ സംവിധാനങ്ങൾ അതിനനുസരിച്ച് വികസിപ്പിച്ചില്ല എന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു തകരാറുണ്ടായത്. ആഭ്യന്തര ഉൽപാദനം അത്രമാത്രം വർദ്ധിച്ചില്ല, സംഭരണശേഷി വർദ്ധിച്ചില്ല, ഇറക്കുമതി വൈവിധ്യമാക്കിയില്ല. ഇത് അത്യാവശ്യവും വിതരണവും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ കാരണമായി തീർന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മൂന്നാമതായിട്ട് തന്ത്രപ്രധാന LPG സംരംഭങ്ങളുടെ അഭാവമാണ്. ഇന്ത്യക്ക് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് അഥവാ എണ്ണ സംഭരണങ്ങൾ ഉണ്ടെങ്കിലും LPGയുടെ കാര്യത്തിൽ അത്ര വലിയ തന്ത്രപ്രധാന സംഭരണങ്ങൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഊർജ വിദഗ്ധർ വർഷങ്ങളായി ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ രാജ്യമായ ഇന്ത്യക്ക് മാസങ്ങളോളം ഉപയോഗിക്കാവുന്ന LPG സംഭരണങ്ങൾ അല്ലെങ്കിൽ പ്രിസർവിംഗ് സിസ്റ്റംസ് ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടുന്ന വിധത്തിലുള്ള ശ്രദ്ധ സർക്കാർ കൊടുത്തില്ല എന്നുള്ളത് സർക്കാരിന്റെ ഏറ്റവും വലിയൊരു പരാജയമായിട്ടാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇത്തരം സംഭരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇറക്കുമതി വൈകിയാലും യുദ്ധം മൂലം വിതരണത്തിൽ തടസ്സം വന്നിരുന്നാലും രാജ്യത്തിനുള്ളിൽ വിതരണത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകയില്ലായിരുന്നു. എന്നാൽ ഇത്തരം വലിയ സംഭരണങ്ങൾ വികസിപ്പിക്കാത്തത് ഒരു നയപരമായ കുറവായിട്ടാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. നാലാമതായിട്ട് സർക്കാർ പ്രതികരണമാണ് ഇതിനോടുള്ള ബന്ധത്തിൽ. സർക്കാർ പ്രതികരണം ഇതിനോടുള്ള ബന്ധത്തിൽ വൈകിയോ എന്ന ചോദ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ക്രമേണ ഉയർന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ചില വിശകലനങ്ങൾ പറയുന്നത് സർക്കാർ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തണമായിരുന്നു, എന്നാൽ അത് നടത്തിയില്ല. ഉദാഹരണത്തിന് മുൻകൂട്ടി കൂടുതൽ LPG ഇറക്കുമതി ചെയ്യുക, അടിയന്തര സംഭരണങ്ങൾ വർദ്ധിപ്പിക്കുക, വിതരണ സംവിധാനം ശക്തമാക്കുക എന്നിവ ചെയ്യേണ്ടിയിരുന്നിടത്ത് അത് ചെയ്യാതെ പോയി. പക്ഷേ പല നടപടികളും ക്ഷാമം ആരംഭിച്ച ശേഷം മാത്രമാണ് നടപ്പിലാക്കപ്പെട്ടത് എന്നതാണ് ഇതിനകത്ത് ഏറ്റവും ക്ലേശകരമായ കാര്യം. അഞ്ചാമതായിട്ട് ഗ്രഹോപഭോക്താക്കളെ
മുൻഗണന നൽകിയത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ പ്രശ്നം രൂക്ഷമായപ്പോൾ സർക്കാർ ഗൃഹ ഉപഭോക്താക്കൾക്ക് മുൻഗണന നൽകുകയുണ്ടായി. അതായത് വീട്ടുപയോഗ LPG വിതരണം സംരക്ഷിച്ചു, പക്ഷേ വാണിജ്യ ഉപഭോക്താക്കൾക്ക് വിതരണം കുറച്ചു വരുത്തി. ഇത് സാധാരണ ജനങ്ങളുടെ പാചക ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിച്ചിട്ടുണ്ട് എങ്കിലും ഹോട്ടലുകൾക്കും ഭക്ഷണശാലകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടയായിത്തീർന്നു. പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ടൂറിസവും ഹോട്ടൽ വ്യവസായവും വലിയ പങ്ക് വഹിക്കുന്നതിനാൽ സാമ്പത്തികമായിട്ട് ഇത് വലിയ ആഘാതമുണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പല ആളുകൾക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. ടൂറിസം മേഖലയൊക്കെ അടച്ചുപൂട്ടേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് ഇത് മുഖാന്തരം വരുമെന്നതിന് യാതൊരു സംശയമില്ല. ആറാമതായിട്ട് വിതരണ സംവിധാനത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ. ഇന്ത്യയിലെ LPG വിതരണ സംവിധാനം വളരെ വലിയ ഒരു ശൃംഖലയാണ്. തുറമുഖങ്ങൾ, ബോട്ടിലിംഗ് പ്ലാന്റുകൾ, ട്രാൻസ്പോർട്ട്, പ്രാദേശിക വിതരണക്കാർ, ഈ സംവിധാനങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇതിനു മുമ്പ് തന്നെ അടിസ്ഥാന സൗകര്യ കുറവുകൾ ഉണ്ടായിരുന്നുവെന്ന് സർക്കാരിന് അറിയാമായിരുന്നു. പക്ഷെ സർക്കാർ ആ കുറവുകൾ നികത്തിയില്ല എന്നുള്ളത് ഇപ്പോൾ വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ ചെറിയൊരു വിതരണ തടസ്സം പോലും വലിയ ക്ഷാമമായിട്ട് മാറുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് സർക്കാർ മുൻകൂട്ടി കാണണമായിരുന്നു. അത് കണ്ടില്ല. കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണ്. ഏഴാമതായിട്ട് സർക്കാരിന്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള ഘടകങ്ങൾ. ഈ പ്രശ്നം മുഴുവനായി സർക്കാർ പിഴവായിട്ട് കാണാനാവില്ല എന്ന ഒരു വാദം അവരുന്നയിക്കാം. കാരണം ആഗോള ഊർജ വിപണികൾ വളരെ അതിവേഗം മാറുന്നവയാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം പോലുള്ള സംഭവങ്ങൾ ഏത് രാജ്യത്തിന്റെയും വിതരണ ശൃംഖലയെ ബാധിക്കാം എന്നാണ് അവരുടെ ഒരു ന്യായവാദം. അതുകൊണ്ട് ഈ പ്രതിസന്ധി ആഗോള സാഹചര്യങ്ങളും ആഭ്യന്തര നയപ്രശ്നങ്ങളും ചേർന്നതാണ് എന്ന് ചില ആളുകളൊക്കെ സർക്കാരിന് വേണ്ടി വാദിക്കുന്നുണ്ട്. എന്നാൽ എട്ടാമതായിട്ട് ഭാവിക്കുള്ള പഠനങ്ങളെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ LPG പ്രതിസന്ധി ഇന്ത്യക്ക് ചില പ്രധാന പാഠങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് വലിയ ചില പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായിട്ട് ഇറക്കുമതി ഉറവിടങ്ങൾ വൈവിധ്യമാക്കണം. മിഡിൽ ഈസ്റ്റിൽ മാത്രം ആശ്രയിക്കാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി വർദ്ധിപ്പിക്കണം. രണ്ടാമതായിട്ട് വലിയ തന്ത്രപ്രധാന LPG സംഭരണങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് സംസ്ഥാന അടിസ്ഥാനങ്ങളിൽ തന്നെ അത് നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമതായിട്ട് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കണം. നാലാമതായിട്ട് നഗരങ്ങളിൽ പൈപ്പ് ഗ്യാസ് വ്യാപിപ്പിക്കുക. അഞ്ചാമതായിട്ട് വൈദ്യുതി അധിഷ്ഠിത പാചക സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ LPG ക്ഷാമം ആഗോള രാഷ്ട്രീയ സംഘർഷവും ആഭ്യന്തര നയപരമായ ദൗർബല്യങ്ങളും ചേർന്നുണ്ടായ ഒരു പ്രതിസന്ധിയാണെന്ന് നാം മനസ്സിലാക്കി ആരും തന്നെ കോപിഷ്ഠരാകാതെ കൃത്യമായി കാര്യങ്ങൾ ഉപയോഗിക്കാൻ തക്കവണ്ണം, മിതമായ രീതിയിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം ഈ നാളുകൾ പരിശീലിക്കണം എന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. യൂണിയൻ സർക്കാർ പിന്നീട് അടിയന്തര നടപടികൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ പ്രതിസന്ധി ദീർഘകാല ഊർജ സുരക്ഷാ നയങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത കൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്നവരായിരുന്നാലും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഭരണാധിപന്മാരായിരുന്നാലും അവരവരുടെ ദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷിതയും സുഭിക്ഷതയും സംരക്ഷിക്കുക എന്നുള്ള ദൗത്യം സർക്കാരിൻ്റെതാകിയാൽ ഈ വിധ വിഷയങ്ങളിൽ കുറച്ചും കൂടെ കാര്യക്ഷമമായി ചിന്തിക്കുവാനും മുൻകൂട്ടി കാര്യങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ബുദ്ധിയാണ് ആവശ്യം. രാഷ്ട്രീയം കളി അല്ല, രാഷ്ട്രീയ പകപോക്കലുകളല്ല, രാഷ്ട്രീയ പ്രചരണങ്ങളല്ല ഇപ്പോൾ നമുക്ക് ആവശ്യം. ക്രിയേറ്റീവായിട്ട് ഇതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.